Hello everyone, welcome back to Literature Hurdles. Let's learn together. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഖലീൽ ഗിബ്രാൻ്റെ ഗുഡ് ആൻഡ് ഈവിൾ എന്ന പോമാണ്. ഇതാണ് നമ്മുടെ റൈറ്റർ ഖലീൽ ഗിബ്രാൻ. അദ്ദേഹത്തെ പറ്റി നമുക്ക് ആദ്യം ഒന്ന് നോക്കി വരാം. Khalil Gibran is a Lebanese American writer. He lived most of his life in the United States and wrote his best-known works in English. 1883-ൽ ജനിച്ച ഖലീൽ ഗിബ്രാൻ ഒരു ലെബനീസ് അമേരിക്കൻ റൈറ്ററാണ്. അതായത് ലെബനീസിൽ ജനിക്കുകയും പിന്നീട് അമേരിക്കയിൽ സെറ്റിലാവുകയും ചെയ്തയാളാണ് അദ്ദേഹം. ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും അമേരിക്കയിലായിരുന്നു അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ മികച്ച പല ബുക്കുകളും ഇംഗ്ലീഷിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. His early works were sketches, short stories, poems and prose poems written in simple language for Arabic newspapers in the United States. അദ്ദേഹത്തിൻ്റെ ആദ്യകാല റൈറ്റിംഗ്സ് എന്ന് പറയുന്നത് ഷോർട്ട് സ്റ്റോറീസ്, പോംസ്, പ്രോസ് പോംസ് അല്ലെങ്കിൽ ഗദ്യ രൂപത്തിലുള്ള പോംസ് ഇവയൊക്കെയായിരുന്നു. അവയെല്ലാം തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ അറബിക് ന്യൂസ് പേപ്പേഴ്സിന് വേണ്ടി എഴുതിയവയായിരുന്നു. വളരെ സിമ്പിൾ ലാംഗ്വേജിലായിരുന്നു അദ്ദേഹം ഇവയൊക്കെ എഴുതിയിരുന്നത്. These pieces spoke to the experience and loneliness of Middle Eastern immigrants in the New World. എന്നാൽ ഇവയെല്ലാം തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത് ന്യൂ വേൾഡിലേക്ക് അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് ഖലീൽ ഗിബ്രാനെ പോലുള്ള മിഡിൽ ഈസ്റ്റിൽ നിന്നും കുടിയേറി വന്ന ഇമിഗ്രൻസ് അനുഭവിക്കുന്ന ലോൺലിനെസ്സിനെ കുറിച്ചാണ്. എ സെൻസ് ഓഫ് ലോസ്, റൂറൽ ബ്യൂട്ടി ആൻഡ് സെറീനിറ്റി ആൻഡ് ഏലിയനേഷൻ ആർ ദ തീംസ് ഹി മോസ്റ്റ്ലി ഡ്വെൽറ്റ് അപ്പോൺ. As a philosophic writer, he transcends the dualism of East and West and spiritualism and materialism. ഖലീൽ ഗിബ്രാൻ്റെ വർക്ക്സിലെ മേജർ തീംസ് എന്ന് പറയുന്നത് നഷ്ടബോധം, ഗ്രാമീണ സൗന്ദര്യവും അവിടുത്തെ പ്രശാന്തതയും അതുപോലെ അന്യവൽക്കരണം ഇവയൊക്കെയാണ്. മിഡിൽ ഈസ്റ്റിൽ നിന്നും അമേരിക്കയിൽ മൈഗ്രേറ്റ് ചെയ്തെങ്കിലും താൻ വളർന്ന കൾച്ചറും ട്രഡീഷനും അതുപോലെ റിലീജിയനും ഒന്നും ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ മിക്ക വർക്കുകളിലും ഈസ്റ്റേൺ മിസ്റ്റിസിസം നല്ലതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. മിസ്റ്റിസിസം എന്നാൽ ദൈവത്തോട് കൂടുതൽ ചേർന്നിരിക്കുക, ഐഡൻറ്റിഫൈയിങ് വൺ സെൽഫ് വിത്ത് ഗോഡ് എന്നൊക്കെയാണ്. മറ്റൊരു തീം അദ്ദേഹം ഡീൽ ചെയ്യുന്നത് ഓപ്പോസിറ്റ്സ് അല്ലെങ്കിൽ ബൈനറീസ് ആയ കാര്യങ്ങളെ പറ്റിയായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുമ്പോൾ ഓപ്പോസിറ്റ്സ് ആയ കാര്യങ്ങളാണെങ്കിലും അവ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. ഫോർ എക്സാമ്പിൾ, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് രണ്ടും ഓപ്പോസിറ്റ്സ് ആണല്ലേ, പക്ഷേ ഇവ രണ്ടും ഒരേ കാര്യങ്ങളുടെ രണ്ട് വശങ്ങളാണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പോം ഗുഡ് ആൻഡ് ഈവിൾ ഇതും ഈ കാറ്റഗറിയിൽ വരുന്ന ഒരു പോമാണ്. ഗുഡ് ആൻഡ് ഈവിൾ രണ്ടും രണ്ട് ഓപ്പോസിറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇവയും ഒരു കാര്യത്തിൻ്റെ രണ്ട് വശങ്ങൾ മാത്രമാണ്. ഖലീൽ ഗിബ്രാൻ എന്ന റൈറ്ററിനെ പറ്റി അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ള പോം ഗുഡ് ആൻഡ് ഈവിളിനെ പറ്റി നമുക്ക് നോക്കാം. ഗുഡ് ആൻഡ് ഈവിൾ is a part of his collection of 26 prose poems entitled The Prophet, which was published in 1923. ദ പ്രോഫറ്റ് എന്ന കളക്ഷനിൽ നിന്നെടുത്ത ഒരു പ്രോസ് പോമാണ് നമുക്ക് പഠിക്കാനുള്ള ഗുഡ് ആൻഡ് ഈവിൾ. അതായത് ഗദ്യ രൂപത്തിലുള്ള ഒരു പോമാണ്. ദ പ്രോഫറ്റ് എന്ന ഈ ബുക്കിൽ 26 പോംസ് ആണുള്ളത്. അതായത് 26 പോംസിൻ്റെ ഒരു കളക്ഷനാണ് പ്രോഫറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ബുക്ക്. നിരവധി എസ്സേസും ഷോർട്ട് സ്റ്റോറീസും ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ടെങ്കിലും ഖലീൽ ഗിബ്രാനെ ഏറ്റവും ഫേമസ് ആക്കിയത് 1923-ൽ പബ്ലിഷ് ചെയ്ത ദ പ്രോഫറ്റ് എന്ന ഈ കളക്ഷൻ ഓഫ് പോംസ് തന്നെയായിരുന്നു. ദ പ്രോഫറ്റ് എന്ന ഈ ബുക്കിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ പറഞ്ഞ ശേഷം നമുക്ക് പഠിക്കാനുള്ള ഭാഗത്തേക്ക് കിടക്കാം. ദ പ്രോഫറ്റ് Al-Mustafa has lived in the city of Orphalus for 12 years and is about to board a ship which will carry him home. He is stopped by a group of people with whom he discusses the topics such as life and the human condition. ഒരു പ്രോഫറ്റായ അല്ലെങ്കിൽ പ്രവാചകനായ അൽ മുസ്തഫ ഓർഫാലസ് എന്ന സിറ്റിയിൽ 12 വർഷങ്ങളായി താമസിച്ചു വരികയായിരുന്നു. അവിടുത്തെ താമസം അവസാനിപ്പിച്ച് അദ്ദേഹം തൻ്റെ ഹോംലാൻഡിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു കൂട്ടം മുതിർന്ന ആൾക്കാർ അദ്ദേഹത്തിൻ്റെ പക്കലെത്തുകയും എന്നിട്ട് ഹ്യൂമൻ ലൈഫിനെ പറ്റിയും ഹ്യൂമൻ ലൈഫിലെ പല കണ്ടീഷൻസിനെ കുറിച്ചുമൊക്കെ സംസാരിക്കാൻ പറയുന്നു. അങ്ങനെ അവരുമായി നടത്തുന്ന ആ കോൺവെർസേഷനാണ് ദ പ്രോഫറ്റ് എന്ന ബുക്കിലെ ആ 26 പ്രോസ് പോംസിൻ്റെയും ഉള്ളടക്കം. ഈ ബുക്ക് അങ്ങനെ പല ചാപ്റ്റേഴ്സായിട്ട് തിരിച്ചിരിക്കുന്നു. ഇതിലുള്ള സബ്ജക്ട്സ് എന്ന് പറയുന്നത് ലവ്, മാരേജ്, ചിൽഡ്രൻ, ഗിവിങ്, ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്, വർക്ക്, ജോയ് ആൻഡ് സോറോ, ഹൗസ്, ക്ലോത്ത്സ്, ബൈയിങ് ആൻഡ് സെല്ലിംഗ്, ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്, ലോസ്, റീസൺ ആൻഡ് പാഷൻ, പെയിൻ, സെൽഫ് നോളജ്, ടീച്ചിങ്, ഫ്രണ്ട്ഷിപ്പ്, ടോക്കിംഗ്, ടൈം, ഗുഡ് ആൻഡ് ഈവിൾ, പ്ലഷർ, ബ്യൂട്ടി, റിലീജിയൻ, അതുപോലെ ഡെത്ത് തുടങ്ങിയ വിഷയങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ നമുക്ക് പോം ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു ദ പോം. The poem Good and Evil examines the complexities of human nature.
When one of the eldest men in the city asks him to speak about good and evil, he replies that he can speak only about the good because there is no evil at all. Evil is only the absence of good. The poem questions the common concept of dualism of good and evil. ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഗുഡ് ആൻഡ് ഈവിൾ എന്ന ഈ പോം മനുഷ്യ സ്വഭാവങ്ങളുടെ പല കോംപ്ലക്സിറ്റീസ് അല്ലെങ്കിൽ സങ്കീർണതകളും പരിശോധിക്കുന്ന ഒന്നാണ്. സിറ്റിയിലെ മുതിർന്ന ആൾക്കാരിൽ ഒരാൾ ഗുഡ് ആൻഡ് ഈവിൾ നന്മ തിന്മകളെക്കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ പ്രോഫറ്റായ അൽ മുസ്തഫയോട് പറയുകയാണ്. അതിന് അദ്ദേഹം നൽകുന്ന റിപ്ലൈ ആണ് നമുക്ക് പഠിക്കാനുള്ള ഈ പോം. അദ്ദേഹം പറയുന്നത് താൻ നന്മയെക്കുറിച്ച് മാത്രമേ പറയുകയുള്ളൂ, കാരണം തിന്മ എന്നൊന്ന് ഇല്ല എന്നാണ്. തിന്മയെന്ന് പറയുന്നത് നന്മയുടെ അഭാവമാണ് എന്നും അദ്ദേഹം പറയുന്നു. വിരുദ്ധ ദ്വന്ദ്ങ്ങളായ അല്ലെങ്കിൽ ബൈനറീസായ നന്മ തിന്മ എന്ന ഈ കോൺസെപ്റ്റ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് ഗുഡ് ആൻഡ് ഈവിലിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസ നോക്കാം. സ്റ്റാൻസ 1. ആൻഡ് വൺ ഓഫ് ദ എൽഡേഴ്സ് ഓഫ് ദ സിറ്റി സെഡ്, സ്പീക്ക് ടു അസ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൽ. ആൻഡ് ഹി ആൻസേർഡ്, ഓഫ് ദ ഗുഡ് ഇൻ യു ഐ ക്യാൻ സ്പീക്ക്, ബട്ട് നോട്ട് ഓഫ് ദ ഈവിൽ. ഫോർ വാട്ട് ഈസ് ഈവിൽ but good tortured by its own hunger and thirst? Verily, when good is hungry, it seeks food even in the dark caves, and when it thirsts, it drinks even of dead waters. ഈ ഫസ്റ്റ് സ്റ്റാൻസ കണ്ടൊന്നും ആരും പേടിക്കേണ്ട, കുറച്ച് ഫിലോസഫിക്കൽ ആണെന്നേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ നമുക്ക് നോക്കാം സ്റ്റാൻസ 1. A city elder asked al-Mustafa to speak about good and evil. And he answers that he can speak only of good because evil is nothing but the absence of good. Al-Mustafa considers good is free from hunger and thirst for worldly pleasures. Evil, as good itself, is tortured by its own hunger and thirst. Naturally, when good is hungry, it seeks to get food even in the dark caves, and when it is thirsty, it drinks even dead waters. The poet here seems to mean that one cannot be blamed for satisfying one's hunger and thirst in any manner. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സിറ്റിയിലുള്ള ഒരു എൽഡർ മാൻ പ്രോഫറ്റ് അൽ മുസ്തഫയോട് ഗുഡ് ആൻഡ് ഈവിലിനെ കുറിച്ച് സംസാരിക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ പ്രോഫറ്റ് നൽകുന്ന മറുപടിയാണ്, തനിക്ക് നിങ്ങളിലുള്ള നന്മയെപ്പറ്റി മാത്രമേ സംസാരിക്കാനാവൂ, പക്ഷേ തിന്മയെപ്പറ്റി സംസാരിക്കാനാവില്ല. കാരണം തിന്മ എന്ന് പറയുന്നത് നന്മയുടെ അഭാവം മാത്രമാണ്. നന്മ തിന്മ എന്ന് പറയുന്നത് ഒരേ കാര്യത്തിൻ്റെ തന്നെ രണ്ട് ആസ്പെക്ട്സ് ആണ്. ഈവിൾ എന്ന് പറയുന്നത് ഗുഡായിരിക്കുന്ന അവസ്ഥയിലുണ്ടാവുന്ന ഒരു മാറ്റം മാത്രമാണ്. നമുക്ക് ഈ വേൾഡിലുള്ള പല കാര്യങ്ങളോടും ചില ആസക്തികളൊക്കെ തോന്നാറുണ്ടല്ലേ? അവയൊക്കെയാണ് ഇവിടെ ഹങ്കർ അല്ലെങ്കിൽ തേഴ്സ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇത്തരം ആസക്തികളോട് ഒരു അഭിനിവേശം തോന്നിയാലോ? ചിലപ്പോഴെങ്കിലും നമ്മൾ നന്മയിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് തിന്മയിലേക്ക് പോകും, ശരിയല്ലേ? അങ്ങനെ സംഭവിക്കുന്ന അവസരങ്ങളിൽ ചിലപ്പോൾ നമ്മൾ പലതരത്തിലുള്ള പ്രലോഭനങ്ങളിൽ വീണു പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചില ക്രൈംസ് ചെയ്യാൻ സന്നദ്ധരാവും. അതുമല്ലെങ്കിൽ കറപ്റ്റഡ് ആവാനും സാധ്യതയുണ്ട്, അല്ലേ? അപ്പോൾ ഇത്തരം അവസ്ഥകളെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ഇവിടെ ഡാർക്ക് കേവ്സ്, ഡെഡ് വാട്ടേഴ്സ് എന്നീ പ്രയോഗങ്ങൾ ഈ കവിതയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അൽ മുസ്തഫ പറഞ്ഞു വരുന്നത് നന്മ എന്ന് പറയുന്നത് വേൾഡ്ലി പ്ലഷേഴ്സായ പല ആസക്തികളിൽ നിന്നും ഫ്രീ ആയിരിക്കും. എന്നാൽ നന്മയുടെ ആബ്സെൻസ് ഉണ്ടാകുന്ന അവസ്ഥകളിൽ തിന്മ എന്നത് പല ആസക്തികളിലേക്കും നമ്മളെ നയിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് ടോർച്ചർഡ് ബൈ ഇറ്റ്സ് ഓൺ ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ്. സോ നാച്ചുറലി നന്മയുള്ള മനസ്സുകളിൽ വിശപ്പും ദാഹവുമായ ആസക്തികൾ തോന്നിയാൽ അത് അവ മറികടക്കുന്നതിനായി അല്ലെങ്കിൽ അത് മാറ്റുന്നതിനുള്ള ആഹാരവും വെള്ളവും തേടി ഡാർക്ക് കേവ്സിലേക്കും ഈവൻ ഡെഡ് വാട്ടേഴ്സിലേക്കുമൊക്കെ അലഞ്ഞു നടക്കും. അതായത് ഒരാൾക്ക് വേൾഡ്ലി പ്ലഷേഴ്സിനോടോ മെറ്റീരിയൽ ഒബ്ജക്ട്സിനോടോ ഒരു ആസക്തി തോന്നിയാൽ അയാളുടെ ആക്ഷൻസ് ഈവിൾ ആവുന്നു. ഗുഡിൽ നിന്ന് തന്നെയാണ് ഈവിൾ ഉത്ഭവിക്കുന്നത്. ഇവിടെ പ്രോഫറ്റ് ചോദിക്കുന്നത് ഒരാളുടെ ആസക്തികളെ ഇത്തരത്തിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കുന്നതിനെ ബ്ലെയിം ചെയ്യാനാവുന്നത് എങ്ങനെയാണെന്നാണ്. ഇപ്പോൾ പറഞ്ഞു വന്ന കാര്യങ്ങളെല്ലാം ചുരുക്കി പറഞ്ഞാൽ ഫസ്റ്റ് ആൻസർ പറയുന്നത് ഇത്ര കാര്യം മാത്രമേ ഉള്ളൂ. സിറ്റിയിലുള്ള എൽഡേഴ്സിലൊരാൾ അൽ മുസ്തഫയോട് നന്മ തിന്മകളെക്കുറിച്ച് സംസാരിക്കാൻ ആവശ്യപ്പെടുന്നു. പ്രോഫറ്റ് മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്, നിങ്ങളിലുള്ള നന്മയെപ്പറ്റി ഞാൻ സംസാരിക്കാം, എന്നാൽ തിന്മയെപ്പറ്റി എനിക്ക് പറയാനാവില്ല. കാരണം തിന്മ എന്ന് പറയുന്നത് നന്മയുടെ ആബ്സെൻസിനെയാണ്. എത്ര നന്മയുണ്ടെങ്കിലും ഏതെങ്കിലും വേൾഡ്ലി പ്ലഷേഴ്സ് കണ്ട് അതിനുവേണ്ടി വിശക്കുകയോ ദാഹിക്കുകയോ ചെയ്താൽ ആ വിശപ്പും ദാഹവും ശമിപ്പിക്കുന്നതിനായി ഏത് ഡാർക്ക് കേവ്സിലേക്കും ചെന്ന് വിശപ്പ് ശമിപ്പിക്കുകയും ഏത് ഡെഡ് വാട്ടേഴ്സ് കൊണ്ട് ദാഹം ശമിപ്പിക്കുകയും ചെയ്യും. ഇവിടെ ഒരാളുടെ ആസക്തി സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ ഈവിൾ എന്ന് പറഞ്ഞ് ബ്ലെയിം ചെയ്യാനാവുമോ എന്നാണ് അൽ മുസ്തഫ ചോദിക്കുന്നത്. സോ അദ്ദേഹം വീണ്ടും സമർത്ഥിക്കുകയാണ്, ഈവിൾ എന്നൊന്ന് ഇല്ല, ഗുഡ് അല്ലെങ്കിൽ നന്മ എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന്. ഇനി നമുക്ക് അടുത്ത സ്റ്റാൻസിലേക്ക് കടന്നാലോ. യു ആർ ഗുഡ് വെൻ യു ആർ വൺ വിത്ത് യുവർ സെൽഫ്, യെറ്റ്
when you are not one with yourself, you are not evil. For a divided house is not a den of thieves, it is only a divided house. And a ship without rudder may wander aimlessly among the perilous isles, yet sink not to the bottom. ഈ സ്റ്റാൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Al-Mustafa says that a person is good when he is one with himself. That is, if you know what your soul wants you to be, or if you are aware of what you are and what you are doing, then you are good. But he is not evil when he is not one with himself. That is, if you lose that quality and you are separated from yourself, you don't become evil. A divided house cannot be considered as a den of thieves, or the people in the house are evil. It is only a divided house. If a ship loses its rudder, it may wander aimlessly, but it will not sink to its bottom. ഇവിടെ അൽ-മുസ്തഫ പറയാണ്, നിങ്ങൾക്ക് നിങ്ങളായി തന്നെ ഇരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നന്മയുള്ളവരാണെന്ന്. അതായത് നിങ്ങളുടെ മനസ്സിൻ്റെ തീരുമാനങ്ങളെ നിങ്ങൾക്ക് അനുസരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്നും എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദർ ഈസ് ഗുഡ് ഇൻ യു, നിങ്ങളിൽ നന്മയുണ്ട് എന്നാണ് പ്രോഫറ്റ് പറയുന്നത്. പക്ഷേ നിങ്ങൾ നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡ് ആവുകയോ മനസ്സ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുസരിക്കാൻ കഴിയാതെ വരുന്ന ഒരു അവസ്ഥ വന്നു എന്ന് കരുതുക. അവിടെ നിങ്ങൾ ഒരിക്കലും ഈവിളാകുന്നില്ല. ഇവിടെ നിങ്ങൾക്കുണ്ടായിരുന്ന ഗുഡ്നെസ്സിന് ചില മങ്ങൽ വന്നു എന്നല്ലാതെ നിങ്ങൾ ഒരിക്കലും പൂർണ്ണമായി ഈവിളായി മാറുന്നില്ല. ഓക്കെ, ഈ കണ്ടീഷൻ കൂടുതൽ ക്ലിയർ ആക്കി തരുന്നതിന് വേണ്ടി ഗിബ്രാൻ 2 ഇമേജസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഒരു ഡിവൈഡഡ് ഹൗസിൻ്റെയും 2 ഒരു റഡാർ നഷ്ടപ്പെട്ടു പോയ ഷിപ്പിൻ്റെയും. ഒന്നാമത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. സാധാരണ വീടുകളിൽ പല അംഗങ്ങളുണ്ടെങ്കിലും അവർ പല അഭിപ്രായക്കാരാണെങ്കിലും ഒത്തൊരുമയോടെ ജീവിക്കാറുണ്ട് അല്ലേ? പക്ഷേ ഒരു ഡിവൈഡഡ് ഹൗസിനെ സംബന്ധിച്ചിടത്തോളം ഭിന്നത നിലനിൽക്കുന്ന ഒരു ഇടമാണത്. ശരിയല്ലേ? അവിടെ പരസ്പരം സ്നേഹമുണ്ടാവണമെന്നില്ല, ഐക്യമുണ്ടാവണമെന്നില്ല അല്ലേ? തമ്മിൽ തല്ലും ബഹളവും ഒക്കെ ആയിരിക്കും. എന്ന് കരുതി അവരെല്ലാവരും തിന്മ നിറഞ്ഞവരാണ് എന്ന് പറയാൻ പറ്റുമോ എന്നാണ് അൽ-മുസ്തഫ ചോദിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഹ്യൂമൻ മൈൻഡും. നന്മയിൽ നിന്ന് അല്പം വ്യതിചലിച്ചു എന്ന് കരുതി അവൻ തിന്മ നിറഞ്ഞവനാകണമെന്നില്ല. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. എ ഷിപ്പ് വിതൗട്ട് എ റഡാർ. റഡാർ മീൻസ് സ്റ്റിയറിംഗ് ഇല്ലേ? സ്റ്റിയറിങ്ങിനാണ് റഡാർ എന്ന് പറയുന്നത്. ഒരു ഷിപ്പിന് അതിൻ്റെ റഡാർ നഷ്ടപ്പെട്ടു പോയാൽ അത് ലക്ഷ്യമില്ലാതെ ദിശ അറിയാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും അല്ലേ? പക്ഷേ അത് മുങ്ങിത്താന്നു പോകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. വീണ്ടും ഈ എക്സാമ്പിളിലൂടെ അൽ-മുസ്തഫ പറയുന്നത് സെയിം കാര്യം തന്നെയാണ്. ഒരാളുടെ മൈൻഡിൽ എത്രയൊക്കെ തിന്മയാണെന്ന് പറഞ്ഞാലും നന്മയുടെ ഒരംശമെങ്കിലും ഉണ്ടാവും. അവൻ പൂർണ്ണമായും തിന്മ നിറഞ്ഞവനാകില്ല. ആ അംശം അവനെ മുങ്ങിപ്പോകാതെ കാത്തുകൊള്ളുമെന്ന്. ഈ സ്റ്റാൻസയിൽ ഖാലിൽ ഗിബ്രാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നീ നീയായി തന്നെ ഇരിക്കുമ്പോൾ നിന്റെ സോൾ പറയുന്നത് അനുസരിക്കാൻ കഴിയുന്നുവെങ്കിൽ നീ നന്മ നിറഞ്ഞവനാണ് എന്ന് കരുതി നിനക്ക് നീയായിരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഒരിക്കലും നീ ഈവിളാകണമെന്നില്ല. ഇല്ലെങ്കിൽ നീ ഈവിളാണ് എന്നതിന് യാതൊരു അർത്ഥവുമില്ല. ഈ ഐഡിയ 2 ഇമേജസിലൂടെ അദ്ദേഹം കൂടുതൽ ക്ലിയർ ആക്കി തരുന്നുണ്ട് നമുക്ക്. ഫസ്റ്റ് ഇമേജ് ഒരു ഡിവൈഡഡ് ഹൗസിൻ്റേതാണ്. ഒരു വീട് ഡിവൈഡഡ് ആണെന്ന് കരുതി അത് കള്ളന്മാരുടെയോ അല്ലെങ്കിൽ തിന്മ നിറഞ്ഞവരുടെയോ താവളമാകണമെന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. സെക്കൻഡ് എക്സാമ്പിൾ റഡാർ നഷ്ടപ്പെട്ട ഒരു ഷിപ്പിൻ്റേതാണ്. റഡാർ നഷ്ടപ്പെട്ടാൽ ഒരു ഷിപ്പ് ലക്ഷ്യമില്ലാതെ ദിശ തെറ്റി അലയേണ്ടി വന്നേക്കാം, പക്ഷേ അത് മുങ്ങിത്താണ് പോകണമെന്നില്ല. ഈ എക്സാമ്പിൾസിലൂടെ പോയിറ്റ് പറയുന്നത് ഹ്യൂമൻ മൈൻഡിനെ കുറിച്ചാണ്. നന്മയിൽ നിന്ന് ചിലപ്പോൾ ഒന്ന് വ്യതിചലിച്ചു എന്ന് കരുതി ഒരുവൻ ഒരിക്കലും തിന്മ നിറഞ്ഞവനാകണമെന്നില്ല എന്നാണ് പോയിറ്റ് സെക്കൻഡ് സ്റ്റാൻസയിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റാൻസ നോക്കാം. സ്റ്റാൻസ 3. You are good when you strive to give of yourself, yet you are not evil when you seek gain for yourself. For when you strive for gain, you are but a root that clings to the earth and sucks at her breast. Surely the fruit cannot say to the root, Be like me, ripe and full, and ever giving of your abundance. For the fruit, giving is a need, as receiving is a need to the root. നമുക്ക് ഈ സ്റ്റാൻസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Al-Mustafa says that you are good when you help others or sacrificing something for others. You are not evil when you turn towards yourself or focus on self-gain. Everyone cannot be always selfless by sacrificing everything for others, but it never means that you are evil. To make his statement clear, he uses different images in this stanza. By juxtaposing the lives of the roots and fruits, the poet effectively analyzed the attempt of a person to seek gain for himself.
ഇവിടെ സെൽഫ് ഗെയിനിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പ്രോഫിറ്റ് സംസാരിക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ത്യാഗം ചെയ്യുമ്പോഴോ നിങ്ങൾ നന്മയുള്ളവരാകുന്നു. എന്നാൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുകയും നിങ്ങളിൽ മാത്രം ഫോക്കസ്ഡായി ഇരിക്കുകയും ചെയ്യുന്നു എന്ന് കരുതി സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഈവിൾ ആവുന്നില്ല. എല്ലാവർക്കും എപ്പോഴും സെൽഫ്ലെസ്സായി എല്ലാം മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ടും മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ടും ജീവിക്കാനാവില്ല. ശരിയല്ലേ? ബട്ട് ഇറ്റ് നെവർ മീൻസ് ദാറ്റ് യു ആർ ഈവിൾ. ഈ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചുകൂടി വ്യക്തമാക്കുന്നതിന് ഇവിടെയും അദ്ദേഹം 2 ഇമേജസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നൊരു റൂട്ടിൻ്റെയും 2 ഒരു ഫ്രൂട്ടിൻ്റെയും. The images he used is that of a root and fruit. Let's see. Al-Mustafa does not consider striving for gain is evil. It is like a root that clings to the earth and sucks her breast. The fruit cannot ask the root to be like it, ripe, full, abundant. If for the fruit giving is a need, then for root receiving is a need. ആദ്യം നമുക്ക് റൂട്ടിൻ്റെ എക്സാമ്പിളിൽ നിന്ന് തുടങ്ങാം. ഒരു റൂട്ടിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഭൂമിയുടെ മാറിൽ നിന്നും വാട്ടറും മിനറൽസും തന്നിലേക്ക് തനിക്ക് വേണ്ടി വലിച്ചെടുക്കുക, അല്ലേ? ഇതൊരു തരം സെൽഫ് ഗെയിൻ ആണ്. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി നമ്മളിലേക്ക് മാത്രം ചുരുങ്ങുമ്പോൾ നമ്മൾ റൂട്ടിനെ പോലെയാകുന്നു. പക്ഷേ റൂട്ട് ചെയ്യുന്നത് റൂട്ടിൻ്റെ ധർമ്മമാണ്. വെള്ളവും മിനറൽസും എർത്തിൽ നിന്ന് റൂട്ട് അബ്സോർബ് ചെയ്താൽ മാത്രമേ ആ പ്ലാന്റിന് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ശരിയല്ലേ? പക്ഷേ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ഫ്രൂട്ടിൻ്റെ ധർമ്മമാണ് ചെയ്യുന്നത്. ഒരു ചെടിയിൽ ഒരു ഫ്രൂട്ട് ഉണ്ടായാൽ അത് ആ പ്ലാന്റിന് ഉപയോഗിക്കാനുള്ളതാണോ? അല്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്, അല്ലേ? എല്ലാവർക്കും നൽകുക എന്നതാണ് ഫ്രൂട്ടിൻ്റെ ധർമ്മം. പറഞ്ഞു വരുന്നത് ഓരോന്നിനും ഓരോ ധർമ്മമാണുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാണ് നല്ലതെന്നും അല്ല മറ്റൊന്നാണ് നല്ലതെന്നും ഒന്നും നമുക്ക് പറയാനാവില്ല. അതുകൊണ്ട് ഒരിക്കലും റൂട്ടിനോട് നീ എന്നെപ്പോലെ ആവണമെന്നും, അതായത് നിറഞ്ഞ് പഴുത്ത് പാകമായി മറ്റുള്ളവർക്ക് സ്വയം നൽകണം എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം രണ്ടിൻ്റെയും ധർമ്മം ഡിഫറെൻ്റ് ആണ്. ഫ്രൂട്ടിന് ഗിവിങ് ആണ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നൽകുന്നതാണ് ധർമ്മമെങ്കിൽ റൂട്ടിന് റിസീവിങ് അല്ലെങ്കിൽ സ്വീകരിക്കുന്നതാണ് അതിൻ്റെ ധർമ്മം. ഇനി അടുത്തതായി നമുക്ക് 4th സ്റ്റാൻസ നോക്കാം. സ്റ്റാൻസ 4. You are good when you are fully awake in your speech. Yet you are not evil when you sleep while your tongue staggers without purpose. And even stumbling speech may strengthen a weak tongue. നമുക്ക് നോക്കാം, അല്ലേ? The prophet says that we are good when we are fully awake in our speech. That is, if we have the wisdom to understand what we speak and what not to speak, then you are good. Yet we are not evil when our tongue staggers in our sleep, which means when we lose our control over our speech, our tongue may stagger without any purpose. But it never means that you are evil. The poet or prophet says that even a stumbling speech may strengthen a weak tongue. It is from the mistakes we learn lessons of wisdom. നമ്മൾ ഒരുപാട് സംസാരിക്കുന്നവരാണല്ലേ? നമ്മൾ സംസാരിക്കുന്നത് എന്താണെന്നും എന്താണ് സംസാരിക്കേണ്ടതെന്നും എന്താണ് സംസാരിക്കാൻ പാടില്ലാത്തതെന്നുമൊക്കെയുള്ള ബോധവും വിവേകവും നമുക്കുണ്ടെങ്കിൽ, നമ്മൾ ഉണർന്നിരിക്കുകയാണെങ്കിൽ വി ആർ ഗുഡ്. പക്ഷേ മറ്റു ചിലപ്പോൾ നമുക്ക് മേലെ ഒരു കൺട്രോളും ഇല്ലാതെ ആരോട് എന്ത് സംസാരിക്കണമെന്നറിയാതെ ചിലപ്പോൾ ദേഷ്യത്തോടെയോ മോശപ്പെട്ടോക്കെ സംസാരിച്ചെന്ന് വരാം. എന്നാൽ അപ്പോഴും നമ്മൾ ഈവിൾ അല്ല എന്നാണ് പ്രോഫറ്റ് പറയുന്നത്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ബോധം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഈവിൾ അല്ല. ഇതിനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇത്തരം തെറ്റുകളിലൂടെയാണ് അത് തെറ്റാണെന്ന് മനസ്സിലാക്കി നമ്മൾ നന്മ തിരിച്ചറിയുന്നത്. സോ തെറ്റുകൾ പറ്റുന്നത് ഈവിൾ ആയതുകൊണ്ടല്ല, അത് നമ്മളെ ശക്തരാക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പ്രോഫറ്റ് പറയുന്നത്. ഇനി നമുക്ക് 5th സ്റ്റാൻസ നോക്കാം. സ്റ്റാൻസ 5. You are good when you walk to your goal firmly and with bold steps. Yet you are not evil when you go thither limping. Even those who limp go not backward, but you who are strong and swift see that you do not limp before the lame, deeming its kindness. നമുക്ക് നോക്കാം. The poet says that we are good when we walk firmly to our goal. Those who only limp are also good because they are limping forward, not backward. Some people may move to their goal by fair means, but some others choose unfair means to reach their goal. But those who choose unfair means are not evil. But leaping before the lame is not kindness. Here the poet says that never pretend to be weak or slow down your pace in front of the really weak ones to express our pity for them. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ശരിയായ മാർഗത്തിലൂടെ ഫേം ആൻഡ് ബോൾഡ് സ്റ്റെപ്സുകളിലൂടെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ നിങ്ങൾ ഗുഡായിരിക്കും.
എന്നാൽ എല്ലാവർക്കും അങ്ങനെ തന്നെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കണമെന്നില്ല. ചിലർ വളരെ ബുദ്ധിമുട്ടി എത്തുന്നുണ്ടാവും, ചിലർ വളരെ വൈകിയായിരിക്കും എത്തുന്നത്, മറ്റു ചിലർ ചില വളഞ്ഞ വഴികളിലൂടെ എത്തുന്നവരായിരിക്കും. എന്നാൽ അങ്ങനെ വരുന്നവരൊന്നും ഈവിളാണെന്ന് പറയാൻ പറ്റില്ല എന്നാണ് പ്രോഫറ്റ് പറയുന്നത്. ലിംപിങ് എന്നാൽ അവശതയോടെ പ്രോപ്പറായിട്ട് നടക്കാൻ സാധിക്കാതിരിക്കുക എന്നാണ്. ഇവിടെ പ്രോഫറ്റ് പറയുന്നത് ലിംപ് ചെയ്യുന്നവരാണെങ്കിൽ കൂടിയും അവർ മുന്നോട്ടാണ് നടക്കുന്നത്, അല്ലാതെ പിന്നോട്ടല്ല. ഇവിടെ പ്രോഫറ്റ് ഒരു അഡ്വൈസ് നൽകുകയും ചെയ്യുന്നുണ്ട്. ലക്ഷ്യസ്ഥാനത്തെത്തിയവർ ലിംപ് ചെയ്യുന്നവരെ കളിയാക്കാനോ ജഡ്ജ് ചെയ്യാനോ പാടില്ല. അവരോട് അനുകമ്പ കാണിക്കാൻ വേണ്ടി അവരുടെ മുന്നിൽ നിങ്ങൾ ഒരിക്കലും അവരെ പോലെ വീക്കായിട്ട് നടക്കുകയോ സ്ലോ ആവുകയോ ചെയ്യരുത്. ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമാണുള്ളത്. ചിലർ അതിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് എത്തും, മറ്റു ചിലർ ചിലപ്പോൾ മെല്ലെയായിരിക്കും എത്തുക. ഇനി നമുക്ക് അടുത്ത സ്റ്റാൻസിലേക്ക് കിടക്കാം. സ്റ്റാൻസ 6. യു ആർ ഗുഡ് ഇൻ കൗണ്ട്ലെസ് വേസ് ആൻഡ് യു ആർ നോട്ട് ഈവൽ വെൻ യു ആർ നോട്ട് ഗുഡ്. യു ആർ ഓൺലി ലോയിറ്ററിങ് ആൻഡ് സ്ലഗർഡ്. Pity that stags cannot teach swiftness to the turtles. നമുക്ക് നോക്കാം. The poet says that you are good in countless ways and you are not evil when you are not good. You are only loitering and sluggard when you are not good. In this context, the poet points out that it is useless on the part of a stag to teach turtle swiftness, and a turtle cannot learn swiftness from a stag. A turtle is created for a certain purpose, while the stag is created for some other purpose. In other words, the performance of every being is unique and it reflects in his or her own inherent nature. ഇവിടെ നമ്മുടെ പ്രോഫറ്റ് പറയാണ്, എണ്ണമറ്റ രീതിയിൽ നിങ്ങൾ നന്മയുള്ളവരാണ്. എന്നാൽ നന്മ ചെയ്യാത്ത അല്ലെങ്കിൽ നന്മ പ്രവർത്തിക്കാത്ത അവസരങ്ങളിൽ നിങ്ങൾ ഈവിളാണെന്ന് അതിന് അർത്ഥമില്ല. നിങ്ങൾ ഗുഡ് അല്ലാതിരിക്കുന്ന അവസ്ഥയിൽ ലക്ഷ്യമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. എന്നാൽ അതൊരു കുറ്റമല്ല, അതൊരിക്കലും തിന്മയാകുന്നുമില്ല. അങ്ങനെ ലക്ഷ്യമില്ലാതെ നടക്കുന്നവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു നിയോഗമുണ്ടാവും. ഓരോ ക്രിയേഷൻ്റെയും പിന്നിൽ ഓരോ നിയോഗമുണ്ട്. ഇത് ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു എക്സാമ്പിൾ ഇവിടെ പോയിട്ട് അവതരിപ്പിക്കുകയാണ്. ഒരു സ്റ്റാഗിൻ്റെയും ടേർട്ടിലിൻ്റെയും എക്സാമ്പിൾ. സ്റ്റാഗ് എന്ന് വെച്ചാൽ മെയിൽ ഡിയറാണ്. ടേർട്ടിൽ എന്ന് പറയുന്നത് അറിയാമല്ലോ, ആമയാണ്. ഈ രണ്ട് ജീവികളെ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, സ്റ്റാഗ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് സഞ്ചരിക്കുന്ന ഒരു ആനിമലാണ് അല്ലേ. പക്ഷേ ടേർട്ടിലോ വളരെ സ്ലോ ആയിട്ട് സഞ്ചരിക്കുന്നു. ഇവ രണ്ടും രണ്ട് എക്സ്ട്രീംസ് ആണല്ലേ. ഇവിടെ സ്റ്റാഗ് സ്പീഡിൽ സഞ്ചരിക്കുന്നു എന്ന് കരുതി അത് നല്ലതാണെന്ന് അർത്ഥമില്ല. ടേർട്ടിൽ സ്ലോ ആണെന്ന് കരുതി അത് ഈവിൾ ആണെന്നും അർത്ഥമില്ല. ടേർട്ടിലിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പർപ്പസോട് കൂടിയാണല്ലേ. അതുപോലെ തന്നെയാണ് സ്റ്റാഗിനെയും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനും ഒരു പർപ്പസ് ഉണ്ട്. ഇവിടെ ടേർട്ടിലിൻ്റെ അടുത്ത് ചെന്ന് സ്റ്റാഗിനെ പോലെ ഓടാൻ പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ സ്റ്റാഗിനെ ടേർട്ടിലിനെ പോലെ സ്ലോ ആയിട്ട് സഞ്ചരിക്കാൻ പഠിപ്പിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ബോത്ത് ആർ ക്രിയേറ്റഡ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസ് അല്ലേ. സോ എല്ലാവരും അവരുടേതായ രീതിയിൽ ഗുഡാണ്. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ പേർപ്പസ് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റാൻസിലേക്ക് പോവാം. സ്റ്റാൻസ 7. In your longing for your giant self lies your goodness, and that longing is in all of you. But in some of you that longing is a torrent, rushing with might to the sea, carrying the secrets of the hillsides and the songs of the forest. ഈ സ്റ്റാൻസയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. The prophet says that you can see the goodness in your longing to reclaim your lost self. That longing is there within everyone, but that may be different in different people. In some people, that longing is a torrent, moving with great speed, but it never means that it is good. ഈ സ്റ്റാൻസിൽ നമ്മുടെ പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ സോളുമായിട്ടുണ്ടായിരുന്ന ആ ബോണ്ട് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ നന്മയിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ സെൽഫിനെ വീണ്ടെടുക്കാനുള്ള അതിയായ ആഗ്രഹം നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ നല്ലവരാകുന്നു, അല്ലെങ്കിൽ നന്മയുള്ളവരാകുന്നു. ഈ ലോങ്ങിങ് എല്ലാവരിലുമുണ്ട്. പക്ഷേ എല്ലാവരിലുമുള്ള ആ ലോങ്ങിങ്ങിൻ്റെ തോത് ഡിഫറെൻ്റ് ആയിരിക്കുമെന്ന് മാത്രം. ഈ ഐഡിയ ക്ലിയർ ആക്കുന്നതിന് വേണ്ടി രണ്ട് ഇമേജസ് നമ്മുടെ പ്രോഫറ്റ് ഇവിടെ പറയുന്നുണ്ട്. ചിലരിൽ ആ ലോങ്ങിങ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് ഒഴുകുന്ന ഒരു ടോറൻറ്റ് പോലെയാണ് എന്നാണ് പറയുന്നത്. ടോറൻ്റ് എന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റായിട്ട് ഒഴുകുന്ന അരുവി എന്നാണ് അർത്ഥം. ആ അരുവിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റായിട്ടാണ് ഒഴുകുന്നത്. അപ്പോൾ അത് സഞ്ചരിക്കുന്ന വഴിയിലുള്ള എല്ലാ വസ്തുക്കളെയും ഒപ്പം കൂട്ടുകയും ചെയ്യും. എത്രയും പെട്ടെന്ന് സീയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക എന്നത് മാത്രമായിരിക്കും അതിൻ്റെ ലക്ഷ്യം. ഇനി നമുക്ക് ഈ കവിതയുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് പോവാം. And in others it is a flat stream that loses itself in angles and bends, and lingers before it reaches the shore. But let not him who longs much say to him who longs little, wherefore are you slow and halting? For the truly good ask not the naked, where is your garment? Nor the houseless, what has befallen your house? ഈ ഭാഗം കഴിഞ്ഞ സ്റ്റാൻസയുടെ കണ്ടിന്യൂവേഷൻ ആണ്. ലെറ്റ്സ് സീ.
while in some others it's like a flat stream without any rush, and it never means that it is evil. Those people who long much should not contemn the ones who long little. Similarly, the truly good and affectionate shall never ask the naked and disposed what has befallen them or what had led to their plight. Nobody has the right to judge others. ഫസ്റ്റ് ഇമേജായ ടോറൻറ്റിനെ പറ്റി നമ്മൾ കണ്ടല്ലോ. ഇനി രണ്ടാമത്തെ ഇമേജിനെ പറ്റി നോക്കാം. ചിലരിൽ നമ്മൾ മുമ്പ് പറഞ്ഞ ആ ലോങ്ങിങ് വളരെ കുറവായിരിക്കും. സോ ഇതൊരു ഫ്ലാറ്റ് സ്ട്രീം പോലെയായിരിക്കും എന്നാണ് പ്രോഫിറ്റ് പറയുന്നത്. സോ ഇവിടെ വളരെ ശാന്തമായി പതിയെ ഒഴുകുന്ന നദിയായിരിക്കും. സോ പല പല ഡീവിയേഷൻസ് ഒക്കെ എടുത്ത് വളഞ്ഞു പുളഞ്ഞ് അലഞ്ഞു തിരിഞ്ഞായിരിക്കും കടലിലേക്ക് എത്തുന്നത്. അപ്പോൾ സഞ്ചരിക്കുന്ന വഴിയിലെ പല തടസ്സങ്ങളുണ്ടായെന്ന് വരാം. ഇവിടെ രണ്ടാമത്തെ ഇമേജിനെ പറ്റി നമുക്ക് നോക്കാം. ചിലരിൽ മുമ്പ് പറഞ്ഞ ആ ലോങ്ങിങ് വളരെ കുറവായിരിക്കും. സോ ഇതൊരു ഫ്ലാറ്റ് സ്ട്രീം പോലെയായിരിക്കും എന്നാണ് പ്രോഫിറ്റ് പറയുന്നത്. സോ ഇവിടെ വളരെ ശാന്തമായി പതിയെ ഒഴുകുന്ന നദി പോലെയായിരിക്കും ചിലരുടെ ലോങ്ങിങ്. സോ പല പല ഡീവിയേഷൻസ് ഒക്കെ എടുത്ത് വളഞ്ഞു പുളഞ്ഞ് അലഞ്ഞു തിരിഞ്ഞൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള നദികൾ കടലിലേക്ക് എത്തുന്നത്, അല്ലേ? അപ്പോൾ സഞ്ചരിക്കുന്ന വഴിയിൽ പല പല തടസ്സങ്ങളുണ്ടായെന്ന് വരാം. സോ ഇതുപോലെ വളരെ സ്ലോ ആയിട്ടായിരിക്കാം നേരത്തെ പറഞ്ഞ അവരുടെ ലോങ്ങിങ് ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. സോ ഇവിടെ സ്ലോ ആൻഡ് സ്റ്റഡി ആയവരെ അതുകൊണ്ട് ഈവിൾ എന്ന് വിളിക്കാൻ പറ്റില്ല. ബിക്കോസ് സ്ലോ ആയിട്ടാണെങ്കിലും അവർ ലക്ഷ്യത്തിലേക്കാണ് എത്തുന്നത്. ഇവിടെ നമ്മുടെ പ്രോഫിറ്റ് പറയുന്നത് സെൽഫുമായിട്ട് ഒന്നിക്കാൻ ആവേശത്തോടെ ലോങ്ങിങ് ചെയ്യുന്നവർ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. അവരങ്ങനെ ആയതിന് ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടാവും എന്നാണ്. കവിതയുടെ അവസാന ഭാഗത്ത് നമ്മുടെ പ്രോഫിറ്റ് പറയുകയാണ്, നമ്മൾ ശരിക്കും നന്മയുള്ളവരാണെങ്കിൽ നമ്മുടെ മുമ്പിൽ കാണുന്ന ഉടുക്കാൻ വസ്ത്രമില്ലാത്തവരെയും പാർക്കാൻ അഭയമില്ലാത്തവരെയും നമ്മൾ ഒരിക്കലും പരിഹസിക്കുകയില്ല. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉടുക്കാൻ വസ്ത്രമില്ലാതായി, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പാർക്കാൻ വീടില്ലാതായി എന്നൊന്നും അവരോട് ചോദിക്കുകയുമില്ല. ചുരുക്കി പറഞ്ഞാൽ ആർക്കും ആരെയും വിധിക്കാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഈ പോം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ പൂർണ്ണമാവുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ ലിസണിങ്.